നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കീഴുന്ന സെൻട്രൽ LP സ്കൂൾ വായന മാസാചരണത്തിൻ്റെയും ശതവാർഷികത്തിൻ്റെയും ഭാഗമായി രക്ഷിതാക്കൾക്ക് ഒരു കഥ പറയാനുണ്ട് എന്ന പരിപാടി സംഘടിപ്പിച്ചു. രാജീവൻ എടച്ചവ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകം പരിചയപ്പെടുത്തി. കുടിക്കലിലെ പൈസ എണ്ണിയപ്പോൾ ഏകദേശം 2 വർഷം കൊണ്ട് ആ കുഞ്ഞു മനസ്സുള്ള സമയത്ത് തുടങ്ങിയ കുട്ടി ഈ പ്രായമാകുമ്പോഴത്തേക്കും 1128 രൂപ 50 പൈസ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് സംഖ്യ. കാരണം ഞങ്ങളാണ് അത് എണ്ണീറ്റ് കൊടുത്തത്. അപ്പോൾ അത് എണ്ണിയിട്ട് നമ്മൾ ഈ കുട്ടിയുടെ അമ്മയെ സഹായിക്കാൻ വേണ്ടി കൊടുത്തു. ഇത് അറിഞ്ഞിട്ട് നമ്മൾ ആ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാർ കൂടി നമ്മൾ ആലോചിച്ചു, ഈ കുട്ടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, നാടറിയണം. അങ്ങനെ പത്രങ്ങളിലൊക്കെ വന്നു, ഓൺലൈൻ ചാനലിലൊക്കെ ഈ വാർത്ത വന്നു, വലിയ രീതിയിൽ ആളൊക്കെ അറിഞ്ഞു. നമ്മൾ കുറച്ച് പേര് കൂടി ഒത്തുപിടിച്ച് ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈക്കിൾ വാങ്ങി ഈ കുട്ടിയെ ഏൽപ്പിച്ചു. കാരണം അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അത് നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചു. പിന്നെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു, അതും വലിയ രീതിയിൽ വാർത്തയായി. ഈ കുട്ടി ഒരു വാർത്താ ചാനലിലെ ആൾ വന്ന് ചോദിച്ചു, മോൻ എന്താകാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. കുഞ്ഞുകുട്ടിയാണല്ലോ, കുഞ്ഞുകുട്ടിയോട് ചോദിച്ചു, മോൻ എന്താകാനാണ് ഇഷ്ടം? അപ്പൊ കുട്ടി പറഞ്ഞൊരു മറുപടി എന്താണ്, എനിക്ക് നല്ല മനുഷ്യനാണ്. ആ മനുഷ്യനുള്ള വാക്ക് എങ്ങനെയാണ് അവന് പറ്റുന്നത്? അപ്പൊ അവൻ പറയുകയാണ്, എനിക്ക് നല്ല മനുഷ്യനാണ്. അതുപോലെ വായന, പുസ്തക വായന നമ്മളൊരു നല്ല മനുഷ്യനാണ്. മനുഷ്യൻ പറയുന്നത് പൂർണ്ണാർത്ഥത്തിലുള്ള മനുഷ്യൻ. ജനു ആഴ്ചങ്കണ്ടി അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ കീഴുന്ന പ്രധാന അധ്യാപിക KV ദീപ, VK മൃദുല, K രേഷ്മ, P നിഖില, MV അജിത, ധന്യ പ്രവീൺ, രജില, അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല, മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.